സീറ്റിനെ ചൊല്ലി ഇടഞ്ഞ CC മുകുന്ദനോട് സമവായ സ്വരത്തിൽ CPI നേതൃത്വം. മുകുന്ദനുമായി പാർട്ടിക്ക് ശത്രുതയില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സ്നേഹിച്ച പാർട്ടിയെ മുകുന്ദൻ തള്ളിപ്പറയില്ല. മുകുന്ദനുമായി ചർച്ച നടത്തി വിഷമങ്ങൾ പരിഹരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുകുന്ദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും, സഹാവിനെ പോലെ കേൾക്കും. അതിന് പരിഹാരമുണ്ടാക്കാൻ പാർട്ടിക്ക് എല്ലാ മാർഗവും സ്വീകരിക്കാൻ പറ്റും. ഇത്രയും വർഷം മുകുന്ദൻ സ്നേഹിച്ച പാർട്ടിയെ എന്തിൻ്റെയെങ്കിലും പേരിൽ തള്ളിപ്പറയുമെന്നോ ശത്രുപാളയത്തിലെ ഒരു ആളായിട്ട് മുകുന്ദൻ മാറുമെന്നോ ചിന്തിക്കാൻ പാർട്ടിക്കാകുന്നില്ല. അവർക്കെല്ലാം ആരെയും വിളിക്കാമല്ലോ, അത് നമ്മൾ തടസ്സം പാടുന്നു. അതൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മൂന്നിനോട് സംസാരിച്ചോളാം. CPIയെ പ്രതിരോധത്തിലാക്കി ഗുരുതരമായ ആരോപണങ്ങളാണ് CC മുകുന്ദൻ ഉന്നയിച്ചത്. നാട്ടിക പേയ്മെന്റ് സീറ്റാണെന്ന് മുകുന്ദൻ ആരോപിച്ചു. ഒരു ടേം മാത്രം പൂർത്തീകരിച്ച തന്നെ ഒഴിവാക്കിയതിൽ അമർഷമുണ്ട് എന്ന് CC മുകുന്ദൻ വ്യക്തമാക്കി. കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ അവരെ വലിയ കുഴപ്പങ്ങൾ കണക്കാക്കിക്കൊണ്ട് മാറ്റിയിട്ട് അന്നാക്കിയതാണ്. എൻ്റെ അകത്തൊരു സംഘടനപര ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ അപ്പം പറഞ്ഞ് തീർത്തിട്ടുള്ള പാർട്ടിയാണ്. പിന്നെ ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസം വരേണ്ട കാര്യം, ചിലർക്ക് ചില വ്യക്തിപരമായ താല്പര്യം ഉണ്ടാവും, അതിന് അവരുടെ നേരം നേട്ടം നടക്കില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ ഒരു എന്താ പറയുക സംഘടനാ വിരുദ്ധമായി നടപടിയെങ്കിൽ പോലും ഇതുവരെ എന്നോട് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖരും തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ചേരുന്നുണ്ട്. ആദ്യം ലെവിനിലേക്ക്. ലെവിനിപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ആകെ ഒറ്റ ടേം മാത്രമേ ആയിട്ടുള്ളൂ, പക്ഷേ തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഒഴിവാക്കിയത്, രണ്ടാമത് ഈ തവണ സീറ്റ് തരാതെ ഒഴിവാക്കിയത് അവിടെ ഗീതാ ഗോപിക്ക് കൊടുത്തിരിക്കുന്നത് പേയ്മെൻറ്റ് സീറ്റായിട്ടാണ് എന്ന ഒരു കടുത്ത ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹവും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നം എന്താണ് സംഭവിക്കുന്നത്? ഈ കോൺഗ്രസ് അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം മറുകണ്ഠം ചാടി UDFിൻ്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയൊക്കെ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ കാണാൻ മുകുന്ദൻ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം നിലപാട് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുകുന്ദനും തൃശൂർ ജില്ലയിലെ CPI നേതാക്കളും പാർട്ടിയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഇതാദ്യമായിട്ടുള്ളതല്ല. അതേ ചൊല്ലിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളടക്കം മുകുന്ദനെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജില്ലയിലെ CPIക്കുള്ളിൽ വിഭാഗീയത അതിശക്തമാണെന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. നിലവിൽ സാഹചര്യത്തിൽ മുകുന്ദനെ CPI സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തതിന് പ്രധാനപ്പെട്ട കാരണം ജില്ലയിൽ നിന്നുള്ള ചില പ്രധാന നേതാക്കളുടെ ഇടപെടലും അതോടൊപ്പം തന്നെ മറ്റ് പല തരത്തിലുള്ള ജില്ലാ കൗൺസിലടക്കം ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് മുകുന്ദൻ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ദീർഘനാളുകളായി മുകുന്ദനും പാർട്ടിയും തമ്മിൽ അകൽച്ചയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങളിൽ നാട്ടിക നിയോജക മണ്ഡലത്തിന് കീഴിൽ 2 മണ്ഡല കമ്മിറ്റികളാണ് CPIക്കുള്ളത്, നാട്ടികയും ചേർപ്പും. നാട്ടികയിൽ മുകുന്ദന്റെ സ്വന്തം സ്ഥലത്തു നിന്നുള്ള ഒരാളും ഒരു മണ്ഡലം കമ്മിറ്റി അംഗവും അദ്ദേഹത്തിന്റെ പേര് ഉയർത്തി കാണിച്ചില്ല. മറുവശത്ത് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുകുന്ദന്റെ പേര് ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലും ചർച്ച ചെയ്തത്. പക്ഷേ പൂർണ്ണമായും മുകുന്ദനെ തഴഞ്ഞുകൊണ്ടും തള്ളിക്കൊണ്ടുമായിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലും ചർച്ചകൾ നടന്നത്. പക്ഷേ പ്രത്യേകമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തി. പക്ഷേ അവിടെയും പൂർണ്ണമായും മുകുന്ദൻ ഒഴിവാക്കപ്പെടുകയായിരുന്നു, തഴയപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിൽ ജില്ലയിലെ CPI പ്രവർത്തകർക്കിടയിൽ, LDF പ്രവർത്തകർക്കിടയിൽ വലിയ അവമതിപ്പുണ്ട്. മുകുന്ദനെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തിപരമായ ആരോപണങ്ങളില്ല, കളങ്കങ്ങളില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജനകീയനായാണ് അദ്ദേഹം എല്ലാ മണ്ഡലത്തിലുടനീളം അറിയപ്പെടുന്നത്. MLA എന്നുള്ള നിലയിലും മികച്ച പ്രകടനം തന്നെയാണ് ജില്ലയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം ആയിരുന്നിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നത്. വൈകാരികമായി പലപ്പോഴും പ്രതികരിക്കാറുള്ള മുകുന്ദൻ ഇത്തവണയും നമ്മളോടക്കം നടത്തിയ പ്രതികരണത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തന്നെ ഒഴിവാക്കിയതിലൊപ്പം മറ്റൊരു മുൻ MLA ആയിട്ടുള്ള ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലാണ് വലിയ അമർഷമുള്ളത്. കാരണം അവർ സാമ്പത്തിക ക്രമക്കേടുകളുള്ള വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളാണ് എന്നുള്ള കാര്യം മുകുന്ദൻ പറയുന്നു. അവരുടെ ഭാഗത്ത് കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2 തവണ MLA ആയിരുന്ന അവരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പുതിയ സ്ഥാനാർത്ഥിയായി 2021 പരിഗണിച്ചത്. ഈ വസ്തുതകളെല്ലാം മുന്നിൽ നിൽക്കുകയാണ്
നിലയാണ് വീണ്ടും അവരെ എത്തിക്കാനുള്ള നീക്കം, അവരെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കാനുള്ള നീക്കം പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നാട്ടിക മണ്ഡലം പ്രമുഖ വ്യവസായി അടക്കമുള്ള ആളുകൾ ഉള്ള മണ്ഡലമാണ്. അവിടെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇത്തരമൊരു നീക്കം കൂടി നടക്കുന്നത്. തനിക്ക് പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ ഫണ്ട് പിരിച്ചു നൽകാനുള്ള ശേഷിയില്ല, അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതോടെ ഫണ്ട് പിരിവ് എന്നുള്ള ലക്ഷ്യം കൂടി പാർട്ടി നേതാക്കൾക്ക് മുന്നിലുണ്ട് എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ആരോപണങ്ങളും മറ്റും മുകുന്ദൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വസ്തുത ആരോപണങ്ങളെ പൂർണ്ണമായും CPI നേതൃത്വം തള്ളുകയാണ്. ജില്ലയിലെ CPI നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം മുകുന്ദൻ വീണ്ടും മാധ്യമങ്ങളെ കാണും. സനീഷ്, ശരി, ഞാൻ തിരിച്ചു വരാൻ ലെവിൻ താങ്കളിലേക്ക്. ചന്തു ചന്ദ്രശേഖർ കൂടെ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, ഇതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പ്രശ്നമായിട്ട് ഇത് വളരും എന്ന കാര്യം CPI സംസ്ഥാന നേതൃത്വം തിരിച്ചറിഞ്ഞതുപോലെയാണ് നേരത്തെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന കേട്ടാൽ തോന്നുക. ഇത് കൂടുതൽ വഷളാകാതെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹം CC മുകുന്ദൻ വീണ്ടും വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. CPI എങ്ങനെ നേരിടാനാണ് കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ ഗീതാ ഗോപിയെ എന്തായാലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ല എന്നുകൂടെ CPI നേതൃത്വം നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? സനീഷ്, പ്രധാനമായും CC മുകുന്ദനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ തന്നെയാണ് CPI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഇപ്പോൾ നടക്കുന്നത്. ഇതിനകം തന്നെ K രാജൻ ഉൾപ്പെടെയുള്ളവർ CC മുകുന്ദനുമായി സംസാരിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ബിനോയ് വിശ്വം അദ്ദേഹം മറുചേരിയിലേക്ക് പോകില്ല എന്ന് വ്യക്തമാക്കിയത്. അത് ആദ്യഘട്ട ഒരു ചർച്ച CC മുകുന്ദനുമായി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക, അത് അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇത്രയും നാൾ അദ്ദേഹത്തെ സ്നേഹിച്ച പാർട്ടിയാണ് അദ്ദേഹം തിരിച്ചും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയില്ല. CC മുകുന്ദന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും, അത് ചർച്ച ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചർച്ച ചെയ്യാമെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. പക്ഷേ CC മുകുന്ദൻ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് പേയ്മെൻറ്റ് സീറ്റ് ആണ് എന്നതടക്കമുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ടേം മാത്രം മത്സരിച്ചു, അദ്ദേഹത്തെ മാറ്റുകയും ഗീതാ ഗോപിയെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് അത് പേയ്മെൻറ്റ് സീറ്റിൻ്റെ ഭാഗമാണ്. അവർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ട്, അതിൻ്റെ ഭാഗമായി ഈ സാമ്പത്തികം കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയിരിക്കുന്നതെന്നാണ് CC മുകുന്ദൻ പറയുന്നത്. മാത്രമല്ല, ഇത് പാർട്ടി ഒരു കമ്മ്യൂണിക്കേഷനും അദ്ദേഹവുമായി നടത്തിയിട്ടില്ല. പത്ര റിപ്പോർട്ടുകളിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം ഒരു വിഷമസ്വരത്തിൽ പറയുകയുണ്ടായി. പക്ഷേ അത്തരത്തിലൊരു പേയ്മെൻറ്റ് സീറ്റ് അല്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. CPIക്ക് അത്തരത്തിലൊരു പേയ്മെൻറ്റ് സീറ്റുമില്ല. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പാർട്ടിയിൽ കലഹങ്ങൾ ഉണ്ടാകാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPI സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ ഭാഗമായാണ് CC മുകുന്ദനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. 2 ദിവസത്തിനകം അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ CPI ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന് ഇപ്പോൾ ലെവിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും CC മുകുന്ദൻ്റെ വാക്കുകളെ ശ്രദ്ധയോട് തന്നെയാണ് CPI സംസ്ഥാന നേതൃത്വം കാണുന്നത്. അദ്ദേഹത്തെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അനുനയിപ്പിച്ച് കൂടെ നിർത്തും. പക്ഷേ ഒരു അന്തിമ പട്ടിക അതിലേക്ക് CPI കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗങ്ങൾ ആ പട്ടികയ്ക്ക് അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത്. ആ പട്ടികയിൽ നിന്നും ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. മറിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി CC മുകുന്ദനെ കൂടെ നിർത്താനുള്ള ശ്രമമായിരിക്കും ഇനി CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. സനീഷ്, ശരി, നന്ദി ചന്തു. ഒപ്പം ലെവിൻ, ആ വിവരങ്ങൾക്ക് എന്തായാലും CPIക്ക് ഒരു പ്രതിസന്ധിയായിട്ട് തൃശ്ശൂരിലെ ഈ പ്രശ്നം വളർന്നിട്ടുണ്ട്. CC മുകുന്ദൻ വാർത്താ സമ്മേളനം അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ ഒന്നുകൂടെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തായിരിക്കും പറയുക എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും.